ജീവിതം വഴിമുട്ടി ഒരു കുടുംബം. നല്ലൊരു വീടില്ല, കുടിവെള്ള സൗകര്യമില്ല, യാതനകൾ മാത്രം ബാക്കി. പെംഫിക്കസ് വൾഗാരിസ് എന്ന അപൂർവ രോഗവുമായി ജീവിതത്തോട് പൊരുതുകയാണ് കരിമ്പ പഞ്ചായത്തിൽ ബംഗ്ലാങ്കുന്ന് വീട്ടിൽ 49-കാരിയായ ജയാദേവി. കിടക്കാൻ നല്ലൊരു വീടോ കുടിക്കാൻ വെള്ളമോ ഇല്ല. 2020 ഒക്ടോബറിലാണ് ജയാദേവിയുടെ ഭർത്താവ് അയ്യപ്പൻ ഹൃദയാഘാതം മൂലം മരിച്ചത്. 6 മാസങ്ങൾക്കു ശേഷം 2021 ജയാദേവിക്ക് ഈ അസുഖം കണ്ടു തുടങ്ങിയത്. ആദ്യം വായിൽ കണ്ടു തുടങ്ങിയ കുമിളകൾ തുടർന്ന് വയറിലും ശരീരം മുഴുവനും നിറഞ്ഞു. മരുന്ന് കഴിക്കുമ്പോൾ ചെറുതായി കുറഞ്ഞു വന്നിരുന്ന ഈ കുമിളകൾ പെട്ടെന്ന് വയറിലും തുടർന്ന് ശരീരം മുഴുവനും പടരുകയായിരുന്നു. ഈ അസുഖത്താൽ ഒടുവിൽ ഭക്ഷണമടക്കം കഴിക്കാൻ കഴിയാതെയായി. പാലക്കാട്, തൃശൂർ അടക്കം 6 ബയോപ്സി ഉൾപ്പെടെ ഒരുപാട് ടെസ്റ്റുകൾ നടത്തി. ഒടുവിലാണ് പെംഫിക്കസ് വൾഗാരിസ് രോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. 3 ഡോസ് റിട്ടുക്സിമാബ് എന്ന ഇഞ്ചക്ഷൻ എടുത്തു. അതുമുതൽ കുറഞ്ഞു വന്നു. എന്നാൽ ഇനിയൊരു ഡോസ് എടുക്കേണ്ട സമയം അതിക്രമിച്ചു. അതെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണിവർ. അതിനായി 45,000 രൂപ വേണമെന്നാണ് ഇവർ പറയുന്നത്. ഈ തുക പോയിട്ട് ചിലവിന് പോലും ഇവരുടെ കയ്യിൽ പൈസയില്ല. ഒട്ടും വയ്യാത്ത 88 വയസ്സുള്ള അമ്മ മാധവി പട്ടത്തിയാർ +2 ഡിഗ്രി പഠിക്കുന്ന 2 കുട്ടികളാണ് ഇവരുടെ വീട്ടിലുള്ളത്. അതിലൊരു കുട്ടിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുമാണ്. എനിക്ക് പെംഫിക്കസ് വൾഗാരിസ് എന്നുള്ള അസുഖമാണ്. 5 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. 43,000 ചില രൂപ ഇഞ്ചക്ഷൻ ആവശ്യമുണ്ട്. വീട് തീരെ മോശത്തിലാണ്. പിന്നെ പൈപ്പ് കണക്ഷൻ കലക്ടർക്ക് കൊടുത്തിട്ട് പൈപ്പ് ഇട്ടിട്ട് പോയി. പക്ഷേ വെള്ളം ഇതുവരെ തന്നിട്ടില്ല. പിന്നെ 3-4 പ്രാവശ്യം ഗ്രാമസഭയിൽ എഴുതി കൊടുത്തു വീട് റിപ്പയറിന്, അതും കിട്ടിയില്ല. പിന്നെ അമ്മയ്ക്ക് 88 വയസ്സായി. മൂത്ത കുട്ടി ഡിഗ്രി 3rd ഇയറാണ് പഠിക്കുന്നത്. ചെക്കൻകുട്ടി +2 കരിമ്പ ഹൈസ്കൂളിലാണ്. പിന്നെ അവരെ പഠിപ്പിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് പണിക്ക് പുറത്തൊന്നും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ശരീരത്തിൽ നിറയെ പൊള്ളങ്ങൾ വന്ന് പൊട്ടിപ്പഴുത്ത് തൃശ്ശൂർ തങ്കം ആശുപത്രിയിലൊക്കെ പോയിട്ട് അവിടെ നിന്നും രക്ഷ കിട്ടാതെ മണ്ണാർക്കാട് ആശുപത്രിയിൽ സെൽമ മാഡം എന്ന ഡോക്ടറാണ് നോക്കി സൈക്ലോഫോസ്മൈഡ് എന്ന ഇഞ്ചക്ഷൻ 4 വർഷം എടുത്തുകൊണ്ടിരുന്നായിരുന്നു. 6,000 രൂപയാണ് ഇഞ്ചക്ഷന് വില വന്നിരുന്നത്. പിന്നെ ശരീരത്തിൽ നിറയെ പൊള്ളങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കോഴിക്കോട് പോയി അഡ്മിറ്റ് ആവുക. അപ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റില്ല എന്നതുകൊണ്ട് മണ്ണാർക്കാട് തന്നെ അഡ്മിറ്റാക്കി 3 ഡോസ് ഇഞ്ചക്ഷൻ എടുത്തു. ഇനിയിപ്പോൾ 4ാമത്തെ ഡോസ് ഇഞ്ചക്ഷൻ എടുക്കണം, ഇല്ലെങ്കിൽ പിന്നെയും ഗുരുതരാവസ്ഥയിലാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡിസംബറിൽ മകളുടെ കല്യാണം. ഇങ്ങനെ ഒരുപാട് ബാധ്യതകൾ ജയാദേവിയുടെ ചുമലിലാണ്. ഇവർക്ക് വേണ്ടി ശാരീരിക വയ്യായ്മകൾ മാറ്റിവെച്ച് തൊഴിലുറപ്പ് പണിക്ക് പോയിരുന്നു. എന്നാൽ വെള്ളത്തിൽ നിൽക്കുമ്പോൾ അണുബാധ ഉണ്ടാകുന്നത് കൊണ്ട് അതിനും കഴിയാതെ വന്നു. കഴിയുന്ന വീട് ഓടിട്ടതാണെങ്കിലും നിലമെല്ലാം പൊളിഞ്ഞ് വയറിംഗ് എല്ലാം തകർന്ന് ഒരു മുറിയിലാണ് എല്ലാവരും കഴിയുന്നത്. വീടെല്ലാം പൊളിഞ്ഞു വീഴാറായ അവസ്ഥയാണ്. കുടിക്കാൻ വെള്ളമില്ല. വീടിന് മുന്നിൽ കൂടി പൈപ്പ് ലൈൻ പോയിട്ടും കുടിവെള്ളത്തിന് ഒരു പൈപ്പ് പോലും ഇട്ടുകൊടുത്തിട്ടില്ല അധികൃതർ. ഇതിനായി ഇവർ എല്ലാവരോടും ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുവരെയും ആരും ചെയ്തു കൊടുത്തില്ല. അതുകൂടാതെ മകളുടെ അവസാന വർഷ ഡിഗ്രി ഫീസ്, മകന്റെ പഠനം, അങ്ങനെ യാതനകൾ മാത്രമാണ് ജയാദേവിക്കുള്ളത്. ശോചനീയാവസ്ഥ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ താമസിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ സ്ഥിതി നോക്കിയാൽ തന്നെ നമുക്കൊക്കെ അറിയാൻ കഴിയും. ഒരു റൂമിൽ എല്ലാവരും കൂടി കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ വീട്ടിൻ്റെ മുന്നിൽ കൂടി വാട്ടർ പൈപ്പ് പോയിട്ട് വാട്ടർ ജല അതോറിറ്റിയുടെ വെള്ളം പൈപ്പ്
അവരുടെ വീട്ടിൻ്റെ മുന്നിൽ കൂടി പോകുന്നു. ഒരു തുള്ളി വെള്ളം അവരുടെ പ്രാഥമിക ആവശ്യത്തിന് പോലും നിർവഹിക്കാൻ കഴിയുന്ന തരത്തിൽ വെള്ളമില്ലാത്ത രീതിയിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് വേണം അവരുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ. വളരെ ശോചനീയമായ ഒരവസ്ഥ കരിമ്പ പഞ്ചായത്തിൽ മറ്റിടങ്ങളിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നല്ല മനസ്സുള്ള ആളുകൾക്ക് ഇവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണമെന്നാണ് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആ സ്ത്രീ മാധവമ്മയുടെ മകൾ ജയാദേവി വളരെ ചെറുപ്പത്തിൽ തന്നെ അസുഖം പിടിച്ചൊരു സ്ത്രീ. ഭർത്താവ് നഷ്ടപ്പെട്ടു, 2 കുട്ടികൾ പഠിക്കുന്നു, അമ്മ തീരെ രോഗിയായിട്ടുള്ളൊരമ്മ. വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് വളരെ സുമനസ്സുകളായ നല്ല മനുഷ്യരുടെ സഹായവും അവരുടെ മനസ്സും ഈ കുടുംബത്തിനോട് ഉണ്ടാവണമെന്ന് മാത്രമാണ്